തവസ്സുൽ അതിൻ്റെ ശരിയായ ഇനം 3 ഇനങ്ങളാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാർ, ആധുനിക കാലത്തെ പണ്ഡിതന്മാരിൽ ഇമാം അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തവസ്സുൽ അൻവാഉഹു അഹ്കാമുഹു എന്ന കിതാബിൽ ഖുർആനിൻ്റെ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 3 വഴികൾ വിശദീകരിച്ചത് കാണാം. അവരുടെ സ്വന്തം വക പറഞ്ഞതല്ല. ഖുർആനിൽ സുന്നത്തിൽ വന്ന തവസ്സുൽ 3 ഇനങ്ങളാണ്. ഒന്ന്, നീ അള്ളാഹുവിനോട് റബ്ബിൻ്റെ പേരുകളും വിശേഷങ്ങളൊക്കെ എടുത്തു പറഞ്ഞ് ദുആ ചെയ്യുക. അള്ളാഹു, നീ റഹ്മാനാണ്, എനിക്ക് റഹ്മത്ത് ചൊരിയണമേ. നീ ഗഫൂറാണ്, എനിക്ക് പുറത്തു നൽകണമേ എന്നിങ്ങനെ. രണ്ടാമത്തേതോ, സാലിഹായ അമലുകൾ എടുത്തു പറഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹുവെ ഇന്നനാ ആമന്ന ഫഗ്ഫിർ ലനാ, നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു, നീ പുറത്തു നൽകണമേ. അതുപോലെ ഞാൻ ഇന്ന അമൽ റബ്ബെ നിനക്ക് വേണ്ടിയാണ് ചെയ്തത്, അതുകൊണ്ട് നീ എൻ്റെ ദുആ സ്വീകരിക്കണേ. ഇത് റബ്ബിനോട് എടുത്തു പറയുക തവസ്സുലാണ്. മൂന്നാമത്തേത്, സാലിഹായ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടലാണ്. ഇതിനെ തവസ്സുൽ എന്ന് സഹാബത്ത് വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിനെ എന്തു പറയാം? തവസ്സുൽ എന്ന് പറയാം. ഈ ഹദീസ് അതിന് തെളിവാണ്, ബുഖാരിയിലെ ഹദീസ്. കാരണം ഉമർ നബിയെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചതിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? ഇന്ന കുന്ന നതവസ്സലു ഇലൈക ബിനബിയിന, നിന്റെ നബിയെ കൊണ്ട് ഞങ്ങൾ തവസ്സുലാക്കാറുണ്ടായിരുന്നു എന്നാണ്. ജീവിച്ചിരിക്കുന്ന സാലിഹായ ഒരു മനുഷ്യരോട് ദുആ ചെയ്യാൻ പറയൽ തവസ്സുലിൻ്റെ ഒരു ഇനമാണ്. മനസ്സിലായില്ല? അത് പൊതുവായ മുസ്ലിമീങ്ങളുടെ ഖൈറിനു വേണ്ടി പറയലാണ് എങ്കിൽ അതിൽ യാതൊരു കുഴപ്പവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അങ്ങനെയുള്ള പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അവനവൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്നിങ്ങനെ ആളുകളോട് പറയൽ നല്ല കാര്യമല്ല. അങ്ങനെ ചെയ്താൽ അതിൽ കുറ്റമില്ല, അത് ശീലമാക്കരുത്. പക്ഷേ അങ്ങനെ പറയാതിരിക്കലാണ് നല്ലത്. അള്ളാഹുവിനോട് നീ നേരെ ദുആ ചെയ്യലാണ് നല്ലത്. സഹാബത്ത്, കിബാറുകളായ സഹാബത്ത് ആരും അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നബിയോട് വന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം എന്ന് പറയാറില്ലായിരുന്നു. അവരുടെ രീതിയായിരുന്നില്ല. കിബാറുകളായ സഹാബത്തിൻ്റെ രീതിയായിരുന്നു. പൊതുവെ സഹാബത്തിൻ്റെ രീതി അതായിരുന്നില്ല. ചില ആളുകൾ ചില സന്ദർഭങ്ങളിൽ ഒന്ന് നബിയോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അന്ധത മാറ്റിത്തരാൻ ഒരു അന്ധനായ സഹാബി ഒന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതുപോലെ അപസ്മാരം ബാധിച്ച ഒരു സ്ത്രീ, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാറ്റിത്തരാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. വലിയ പാഠങ്ങളുള്ള ഹദീസുകളാണ് ഇതെല്ലാം. അത് നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൂടാതെ അവർ ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് അതിലുള്ളത്. കിബാറുകളായ സഹാബത്തിൻ്റെ രീതി അതല്ല എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലെയുള്ളവർ പറഞ്ഞത് കാണാം. അതേസമയം ഒരു ഉപ്പ മകനോട് പറയുകയാണ്, മോനെ പാക്കും കുടുംബത്തിനൊക്കെ വേണ്ടി ദുആ ചെയ്യണം. ഇത് ഒരു ആമിറിൻ്റെ, ഒരു കൽപ്പിക്കുന്ന ഒരാളുടെ ശൈലിയാണ്. മാത്രമല്ല അത് ചെയ്യുന്ന ആളുടെ ഖൈറും കൂടി പറയുന്ന ആൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതിലൊന്നും കുഴപ്പമില്ല. അതൊരു പഠിപ്പിക്കുന്നതിൻ്റെ ശൈലിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ദുആകൾ പഠിപ്പിച്ചു തന്നതുപോലെ, നബിക്ക് വേണ്ടി സലാത്ത് അല്ല നബി പഠിപ്പിച്ചു തന്നതുപോലെ. അപ്പോൾ നോക്കൂ, തവസ്സുൽ ഇതാണ് ശരിയായ തവസ്സുൽ. ഇതല്ലാതെ മരണപ്പെട്ടവരെ നടുക്ക് നിർത്തി ഒരു തവസ്സുൽ ഇസ്ലാമിലില്ല എന്നതിന് ബുഖാരിയിലെ ഈ ഹദീസിനോളം മറ്റെന്ത് തെളിവ് വേണം? കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കി, ക്ഷാമമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അവിടെ ഇല്ലേ? നബിയേക്കാൾ അഫ്ളലായ വേറെ ആരുണ്ട്? എന്നിട്ട് പിന്നെ എന്തിനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ജീവനോടെയുള്ള അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനോട് ദുആ ചെയ്യാൻ പറഞ്ഞത്? മാത്രമല്ല, എന്നിട്ട് ഉമർ പറഞ്ഞത് എന്താണ്? അല്ലാഹുവേ, നിന്റെ നബിയെ കൊണ്ട് ഞങ്ങൾ ദുആ ചെയ്യിക്കാറുണ്ടായിരുന്നു എന്നാണ്. എന്താ ഇപ്പം തടസ്സം? ഇപ്പം എന്താ തടസ്സം? ഒരേ ഒരു തടസ്സമാണ്. എന്താണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിപ്പോയി എന്നതാണ്. സഹാബത്ത് ജീവിതവും മരണവും ഒരുപോലെയല്ല കണ്ടത്. നബിയുടെ ജീവിതവും മരണവും സഹാബത്ത് റളിയല്ലാഹു അൻഹു ഒരുപോലെയല്ല കണ്ടത്. എന്നാൽ മുസ്ലിയാക്കന്മാർ ആളുകൾ പഠിപ്പിക്കുന്നത് എന്താണ്? ഔലിയാക്കൾ ജീവിച്ചിരിക്കുകയും മരിച്ചാലും ഒരേപോലെയാണ്. അല്ല, ചിലപ്പോൾ അവർ പറയും മരിച്ചാലാണ് പവർ കൂടുക, ജീവിച്ചിരിക്കണ വലിയതിനേക്കാളും പവറാണ് ഔലിയാക്കന്മാർക്ക് എന്നാണ് അവർ പറയുന്നത്. കാരണം ജീവിച്ചിരിക്കുമ്പോൾ അങ്ങാടിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ആരും മൈൻഡ് ചെയ്യാതിരുന്ന മുസ്ലിയാക്കന്മാരൊക്കെ മരിച്ചു കഴിഞ്ഞപ്പോൾ ആരായി? ലോകത്ത് വരെ നിയന്ത്രിക്കുന്ന ആളുകളായി മാറി. അപ്പോൾ എപ്പോഴാണ് അവർക്ക് പവർ കൂടിയത്? അപ്പോൾ ഇത് തികച്ചും ബാത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജീവിച്ചിരിക്കുമ്പോൾ ദുആ ചെയ്യാൻ, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സഹാബത്ത് ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. പിന്നെ മഴ കൂടിയപ്പോൾ അത് നിർത്താനും ദുആ ചെയ്യാൻ ആ പ്രയാസവും പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹവാലൈന, അല്ലാഹു ഞങ്ങൾക്ക് ചുറ്റും, വല അലൈന ഞങ്ങൾക്ക് മേലല്ല, അല്ലാഹുമ്മ അലൽ അകാമി വദ്ദറാബി വബുതൂനിൽ ഔദിയതി വമനാബിത്തി ഷജർ, അല്ലാഹുവേ പർവ്വതങ്ങളിലും
അതുപോലെ താഴ്വാരങ്ങളിലും മരങ്ങൾ മുളക്കുന്ന ഇടങ്ങളിലുമെല്ലാം നീ മഴ വർഷിക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യും. മഴ നിർത്തണേ എന്നല്ല, അല്ലാഹു ഞങ്ങൾക്ക് ചുറ്റും നിങ്ങൾക്ക് മേലല്ല. എന്നിട്ട് ഉപകാരപ്രദമായ ഇടങ്ങളിൽ മഴ പെയ്യിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയും ചെയ്തു.